ചെറുപ്പത്തിലെ വിധവയായ അമ്മ റബ്ബർ വെട്ടി പാലെടുത്ത് ഷീറ്റാക്കി വിറ്റാണ് മകനെ വളർത്തിയത്. മകന്റെ വിദ്യാഭ്യാസത്തിനും നല്ലൊരു ഭാവിക്കും വേണ്ടി ആ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. മകൻ പഠിച്ച് നല്ല നിലയിലായി. കാനഡയിൽ ജോലി ലഭിച്ചു. അമ്മയും കൂടെ കൊണ്ടുപോകണമെന്ന് അവൻ ആഗ്രഹിച്ചു. അമ്മയെ കൂടെ കൊണ്ടുപോയി. അമ്മയ്ക്ക് അവിടുത്തെ ജീവിതം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മകന്റെ സന്തോഷത്തിനായി സഹിച്ചു. എന്നാൽ അധികം താമസിയാതെ അമ്മയ്ക്ക് ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി. മകനോട് നാട്ടിലേക്ക് വരാൻ പറഞ്ഞെങ്കിലും അവൻ സമ്മതിച്ചില്ല. അവസാനം അമ്മ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി. ഇപ്പോൾ അമ്മ ഒറ്റയ്ക്കാണ് താമസം. മകൻ എല്ലാ ദിവസവും ഫോൺ വിളിക്കുന്നുണ്ടെങ്കിലും അമ്മയുടെ ആ ഒറ്റപ്പെടലിന് അതൊരു പരിഹാരമാകുന്നില്ല. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മകന് തന്റെ തെറ്റ് മനസ്സിലായി. അവൻ നാട്ടിലേക്ക് തിരികെ എത്തി അമ്മയോട് ക്ഷമ ചോദിച്ചു. ഇനിയൊരിക്കലും ഞാൻ അമ്മയെ ഒറ്റപ്പെടുത്തില്ലെന്നും അമ്മയോടൊപ്പം സന്തോഷമായി ജീവിക്കുമെന്നും അവൻ പറഞ്ഞു. അങ്ങനെ അമ്മയുടെയും മകന്റെയും ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിച്ചു. മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും അനുഗ്രഹവുമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധനം. അവരെ ഒരിക്കലും വേദനിപ്പിക്കാതെ അവരോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം.